Hello dear students, now let us discuss the Borel-Canley lemma, which states that if ek equal to 1 to infinity, that is e1, e2, etc. be a countable collection of measurable sets. Countable collection of measurable set, that means it need not be disjoint. Disjoint ആണ് തന്നിട്ടില്ല കേട്ടോ. Measurable sets for which sigma k equal to 1 to infinity measure of ek is finite, it is less than infinity. Then almost all x belongs to R belongs to at most finitely many of the ek's. അപ്പോൾ എന്തായിരിക്കും ഈ ഓൾമോസ്റ്റ് ഓൾ അറ്റ്മോസ്റ്റ് ഫൈനലി. ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ആറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. ഫോർ എ മെഷറബിൾ സെറ്റ് ഇ വി സേ ദാറ്റ് ദ പ്രോപ്പർട്ടി ഹോൾഡ്സ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. If it holds for almost all x belongs to E provided there is a subset E naught of E for which measure of E naught equal to 0 and the property holds for all x belongs to E difference E naught. സംഭവം അത്രയേ ഉള്ളൂ. ഇ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഇവിടെ ഇപ്പം നമുക്ക് ബോറൽ-കാൻലി ഒരു പ്രോപ്പർട്ടി പറയുന്നുണ്ട്, അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയുകയാണെങ്കിൽ, ഓൾമോസ്റ്റ് എവരിവെയർ വേർഡ് മീനിങ്ങിൽ എന്താ? ഏകദേശം എല്ലായിടത്തും ഒക്കെ അല്ലേ, ഓൾമോസ്റ്റ് ഒരു മിക്കവാറും എല്ലായിടത്തും ഒക്കെ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതല്ലാതെ വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ അവിടെ ഉണ്ടാവാം എന്നാണ് അവിടെ അണ്ടർസ്റ്റുഡ് അല്ലേ. അങ്ങനെ ഏതെങ്കിലും പോയിന്റിൽ, ഇപ്പോൾ ഇതേ ഇങ്ങനെ കുറേ പോയിന്റുകളിലൊക്കെ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ഉണ്ടാവും. സച്ച് ദാറ്റ് അതിൻ്റെ മെഷർ എന്താവും? 0. അതായത് ഒരു പ്രോപ്പർട്ടി ഈൽ ഓൾമോസ്റ്റ് എവരിവെയർ ആണെങ്കിൽ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത എവിടെയൊക്കെ പോയിന്റുകളുണ്ടോ, എന്തെങ്കിലും സെറ്റുകളുണ്ടോ, അതിൻ്റെ എല്ലാം മെഷർ 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഫൈനൈറ്റ്ലി മെനി പോയിന്റിനെ വേണമെങ്കിൽ മാറ്റി നിർത്താം എന്ന് പറയാം, കൗണ്ടബിളി മെനി പോയിന്റ്സിനെ മാറ്റി നിർത്താം എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് അതുപോലത്തെ വാല്യൂസ് അല്ലെ 1, 2, 3 അല്ലെങ്കിൽ 1/2 അങ്ങനെ പോയിന്റ്സിൻ്റെ ഒക്കെ മെഷർ എന്തായിരിക്കും? 0 ആണ്. നമ്മൾ ഓൾറെഡി ഔട്ടർ മെഷർ 0 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഒഴികെ ബാക്കി എല്ലായിടത്തും അത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയും. അതായത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റുകൾ അല്ലേ, ചെയ്യാത്ത പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ മെഷർ 0 ആണ്. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യുന്നത് അല്ലേ. ബോറൽ-കാൻലി ലെമ്മ പറയുന്നത് ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഉണ്ട്, അതിൻ്റെ സമ്മേഷൻ എം ഓഫ് ഇ കെ ഫൈനൈറ്റ് ആണ്. then almost all x belongs to are at most finitely many ek's. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഒരു E100 വരെ അല്ലെങ്കിൽ E crore വരെയൊക്കെയാണ് ഒരു ഏതെങ്കിലും ഒരു എക്സ് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാ ഇക്കയിലും ഏതെങ്കിലും ഒരു എക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷർ എന്താവുന്നു? 0 ആയിരിക്കും അല്ലേ. അത് ഞാൻ ലാസ്റ്റ് ലൈൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ഈ വാല്യൂ നോക്കിയേ, ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു 1 to infinity യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കേട്ടോ. എന്ന് 1 ആകുമ്പോൾ അവിടെ എന്താ വരിക? E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര എന്ന് വരും. N2 ആണെങ്കിലോ, ഇത് ഇൻ്റർസെക്ഷൻ N2 ആണെങ്കിലോ E2 യൂണിയൻ E3 യൂണിയൻ, അപ്പോൾ ഇൻ്റർസെക്ഷനിൽ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര എന്നപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഇൻ്റർസെക്ഷൻ N=3 ആണെങ്കിലോ E3 യൂണിയൻ, അപ്പോൾ ഇപ്പോൾ N3 ആണെങ്കിൽ ലാസ്റ്റ് വരുന്നത് E3 യൂണിയൻ E4 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി മെനിയിൽ ഒരു എക്സ് ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ മെഷർ പ്രൂവ് ചെയ്യാൻ എന്താ പറയേണ്ടത്? 0 ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പ്രൂഫ് പറയാം. ഫോർ ഈച്ച് എൻ ബൈ ദ കൗണ്ടബിൾ സബ് അഡിറ്റി ഓഫ് ലെബേക്ക് മെഷർ. അപ്പോൾ എപ്പോഴും നമ്മൾ ലെബേക്ക് മെഷറിൻ്റെ അഡിറ്റിവിറ്റി ആണോ നമ്മൾ യൂസ് ചെയ്യുക? അല്ല, അഡിറ്റിവിറ്റി യൂസ് ചെയ്യുക, കൗണ്ടബിൾ അഡിറ്റിവിറ്റി യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കണം. ഇവിടെ ഡിസ്ജോയിൻ്റ് ഒന്നും തരാത്തതുകൊണ്ട് അതെന്താണ്? കൗണ്ടബിളി സബ് അഡിറ്റീവ് ആണ്. അപ്പോൾ മെഷർ ഓഫ് കെ ഈക്വൽ ടു n to infinity ഇ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ 1 to infinity ഓട്ടോമാറ്റിക് അത് ട്രൂ ആണ്, n to infinity ട്രൂ ആണ് കേട്ടോ. അപ്പോൾ കെ ഈക്വൽ ടു n to infinity മെഷർ ഓഫ് ഇ കെ. എന്തിനാണ് ഞാൻ n എടുത്തേ? ഞാൻ പറഞ്ഞു എനിക്ക് പ്രൂഫിന് ആവശ്യമുള്ളതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹെൻസ് ബൈ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞേ? മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity bn is equal to limit n tends to infinity bn എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. അതെപ്പോഴായിരുന്നു? bn എന്ന് പറയുന്നത് ഡിസെൻഡിങ് ഓർഡറിലുള്ള മെഷറബിൾ സെറ്റ്സ് ആയിരുന്നു. ഇവിടെ ഇത് വരുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണോ വരിക? ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞു n=1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ വരിക?
E1 യൂണിയൻ E2 യൂണിയൻ എക്സിട്ര എന്ന് വരും. ഇൻ്റർസെക്ഷൻ രണ്ടാമത്തെ എന്താ വരിക? E2 യൂണിയൻ E3 യൂണിയൻ എക്സിട്ര. അപ്പോൾ ഇത് നോക്കി, ഇതാണ് എൻ്റെ B1 കേട്ടോ. രണ്ടാമത്താണ് B2. B1 സൂപ്പർ സെറ്റ് അല്ലേ, അതിനകത്ത് E1 അധികം ഉണ്ട് അല്ലേ. B3ക്കകത്ത് എന്താ വരിക? E3 യൂണിയൻ E4 യൂണിയൻ തൊട്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ഓർഡർ ഓഫ് കുറേ സെറ്റ്സുകളാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Pn എന്നല്ലേ, ആ Bnൻ്റെ പ്ലേസ് ആണിത്. k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി യൂണിയൻ k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി ek. ദിസ് ഈസ് നത്തിങ് ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ek വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനത്തെ 0 എന്ന് വന്നിട്ടുണ്ടാവുക. ഇവിടെ ഫൈനൈറ്റ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫൈനൈറ്റ് സീരീസാണ്. ഇൻഫൈനൈറ്റ് സീരീസ് ഫൈനൈറ്റ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ സമ്മ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ nth ടേം എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് 0യിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ek ഈക്വൽ ടു 0. അപ്പോൾ ഈ വാല്യൂ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ഇതിനകത്തൊരു ഇലമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അത് എന്തായിരിക്കണം? ഇൻഫൈനൈറ്റ്ലി മെനി ഈ കേസിലുള്ള ഇലമെൻറ്റ്സ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഇലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷർ നമുക്ക് എന്തെന്നാണ് കിട്ടിയപ്പോൾ? 0 ആണ്. അതായത് ഓൾമോസ്റ്റ് എവരിവർ. Therefore, almost all x belongs to R fails to belong intersection n equal to 1 to infinity union k equal to n to infinity ek and therefore belongs to at most finitely many ek's. ഓക്കെ, ഇത് നമുക്ക് ഔട്ടർ മെഷറിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഫൈനൈറ്റ് അഡിറ്റിവിറ്റി വേണമെങ്കിൽ ഫൈനൈറ്റ് സബ് അഡിറ്റീവ് ആണ്, അത് കൗണ്ടബിളി അഡിറ്റീവ് ആണ്. ഡിസ്ജോയിൻറ്റിൽ ഫൈനൈറ്റ് അഡിറ്റീവും ആണ് ഇൻ പെർട്ടിക്കുലർ അല്ലേ. അതായത് ഔട്ടർ മെഷറിൻ്റെ കേസിൽ നമ്മൾ ഫൈനൈറ്റ് അഡിറ്റിവിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫോർ എനി ഡിസ്ജോയിൻ, അത് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. ഡിസ്ജോയിൻ കളക്ഷൻ ഈ കെ ഈക്വൽ ടു 1 to n ഓഫ് മെഷറബിൾ സെറ്റ്സ് മെഷർ ഓഫ് യൂണിയൻ k ഈക്വൽ ടു 1 to n ek ഇസ് ഈക്വൽ ടു സിഗ്മ n k ഈക്വൽ ടു 1 to n m ഓഫ് ek. ഇൻഫിനിറ്റി ആണെങ്കിലും ഇത് ട്രൂ ആണ് കേട്ടോ ലെബേക്ക് മെഷറിൻ്റെ കേസിൽ. മോണോട്ടോണിസിറ്റി എന്താ? എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് മെഷറബിൾ ആണെങ്കിൽ എം സ്റ്റാറും എമ്മും മെഷറബിളിൻ്റെ കേസിൽ സെയിം ആണ്, മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ സെയിം ആണ്. അപ്പോൾ എം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓഫ് ബി. എക്സിഷൻ പ്രോപ്പർട്ടി എന്തായിരുന്നു? സബ്സെറ്റാണ്, ഇത് ഫൈനൈറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം മെഷർ ഓഫ് ബി ഡിഫറൻസ് എ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഔട്ടർ മെഷറിൻ്റെ കേസിലാണ്, എം സ്റ്റാർ ഓഫ് ബി മൈനസ് എം സ്റ്റാർ ഓഫ് എ. പക്ഷെ ഇവിടെ ഓൾറെഡി എന്താ തന്നിട്ടുള്ളത്? എയും ബിയും ഒക്കെ മെഷറബിൾ സെറ്റുകളാണ് അല്ലേ, ലെബേക്ക് മെഷറബിൾ സെറ്റുകളാണ്. സോ എം സ്റ്റാർ ഓഫ് ബി ഡിഫറൻസ് എം ഓഫ് ബി ഡിഫറൻസ് എ is equal to measure of b minus measure of a. In particular, if this is equal to 0, measure of a equal to 0, then measure of b difference a is equal to measure of b. Countable monotonicity. For any countable collection ek k equal to 1 to infinity of measurable sets that covers a measurable set e. അപ്പോൾ എന്താ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? ഇ എന്ന് പറയുന്നത് യൂണിയൻ ഇ കെ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് E1 യൂണിയൻ, ഇപ്പോൾ ഇതാണ് ഇ എങ്കിൽ ഇങ്ങനെ കുറേ സെറ്റുകൾ വരുമ്പോൾ ഇതിനെ കവർ ചെയ്യുന്നതാണ്. ഒരെണ്ണം തന്നെ മതി, ശരിക്കും കവർ ചെയ്യുന്നു. ഓക്കെ, അതായത് k ഈക്വൽ ടു 1 to infinity കവർ ചെയ്യുകയാണെങ്കിൽ മോണോട്ടോണിസിറ്റി അനുസരിച്ച് എന്താ വരിക? എം ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് യൂണിയൻ 1 to infinity ഇ കെ എന്ന് വരും അല്ലേ. ഇനി കൗണ്ടബിൾ സബ് അഡിറ്റിവിറ്റി അനുസരിച്ച് ഇതെന്ത് വരും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ 1 to infinity മെഷർ ഓഫ് ഇ കെ എന്ന് വരും. ഓക്കെ, അതാണ് ലാസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മെഷർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് ഇ. കൗണ്ടബിൾ മോണോട്ടോണിസിറ്റി ഈസ് ആൻ amalgamation of the monotonicity and the countable sub-additivity properties of measure that is often invoked. Okay.